മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ക്രിസ്മസ് ഷോപ്പിങ്ങിനൊക്കെ പോകണ്ടേ, ആ വീഡിയോ ആട്ടോ എന്ന് കാണിക്കുന്നത്. ക്രിസ്മസ് ട്രീ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് രൂപങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലെ ഓയാസിസ് കോമ്പൗണ്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. ക്രിസ്മസിൻ്റെ 1 വീക്ക് ബിഫോറുള്ള സൺഡേ ആണ്. സോ ഭയങ്കര തിരക്കായിരുന്നു അന്ന്. ഓൾറെഡി സൺഡേ മാർക്കറ്റ് ഓൺ ആണ് അവിടെ. ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കുറേ കടകളുണ്ട് അവിടെ. പക്ഷേ നമ്മൾ പോകുന്നത് ഓയാസിസ് കോമ്പൗണ്ടിലേക്കാണ്. ഇതിപ്പോൾ ഫസ്റ്റ് കടയാണ്. ഈ റൂട്ടിലുള്ള കടയിലൊന്നും നമ്മൾ കയറാറില്ല. ഓയാസിസിൻ്റെ അകത്ത് ഒരുപാട് കടകളുണ്ട്. അവിടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. ഇതൊക്കെ ചുമ്മാ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഈ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി ക്രിസ്മസ് ട്രീസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് കണ്ടോ ഒരാൾ ഒളിച്ചിരിക്കുന്നത്, ഒരു ക്രിസ്റ്റൽ ഡീർ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിക്കാം കേട്ടോ. ക്രിസ്മസ് ട്രീസിൻ്റെ കളക്ഷൻസ് കണ്ടിട്ട് നമുക്ക് ആ ഡീറിൻ്റെ വീഡിയോ കാണാം. സോറി, ക്രിസ്മസ് ട്രീസിൻ്റെ വീഡിയോ അല്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്കത് കാണാം. മാസ്ക് ഒക്കെ നൈസായി മാറ്റി ഞാൻ കുറച്ച് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡീറിൻ്റെ വീഡിയോ കാണാം. ഞാൻ ഉള്ളിലേക്ക് പോയിട്ടാട്ടോ എടുക്കുന്നത്. ആ ഷോപ്പ് കീപ്പർ എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് അടുത്ത കടയിലേക്ക് പോവാം. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രിസ്മസ് ട്രീസ് ഉണ്ട്. ഗ്രീനിൻ്റെ ഉള്ളിൽ കണ്ടോ, നല്ല വൈറ്റും സിൽവർ കളറും നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഗോൾഡൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ സ്റ്റാർസ്, പണ്ടത്തെ നമ്മുടെ പേപ്പർ സ്റ്റാർസിൻ്റെ ഇപ്പോഴത്തെ LED എല്ലാം അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും പെട്ടെന്ന് വീഡിയോ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. കാരണം ഡെസ്റ്റിനേഷൻ അവിടെയൊന്നുമല്ല, നമുക്ക് ഓയാസിസ് കോമ്പൗണ്ടിലേക്കാണ് പോകേണ്ടത്. യെസ്, എത്തിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തം ഓയാസിസ്. ഇവിടെ കിട്ടാത്തതൊന്നുമില്ല കേട്ടോ. സത്യം പറയാ, നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കൂ. മുംബൈയിൽ ബാന്ദ്ര പോലെ നമ്മുടെ സ്വന്തം സ്ഥലം കേട്ടോ. ഇവിടെ ഏകദേശം എല്ലാ കാര്യങ്ങളും കിട്ടും. ഇവിടെയും ക്രിസ്മസ് വൈബ് ഓണാണ്. ഇവിടെ LED ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കട കേട്ടോ. ആ കുഞ്ഞി കടയാണെന്ന് നിങ്ങൾ കരുതണ്ട. അവിടെ നല്ല അടിപൊളി വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ്. സ്റ്റാർസ് ആണെങ്കിലും ശരി, ട്രീസ് ആണെങ്കിലും ശരി. അവർ എറണാകുളത്തുകാരാണ്. അപ്പോൾ അവർക്ക് എറണാകുളം ടച്ചുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് കണ്ട കടകളെക്കാളും കൂടുതൽ കളക്ഷൻസ് ഇവിടെ ആയിരിക്കും. ദേ കണ്ടോ, എന്തോരം തരം ക്രിസ്മസ് ട്രീസ് ആണുള്ളത്. വെളിയിൽ സ്റ്റാർസും ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു കട കണ്ടോ, അവിടെയും എനിക്ക് തോന്നുന്നത് നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മേളിലേക്ക് കയറിയിട്ടില്ല, നമ്മൾ താഴെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ കടകളും അടച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? അന്ന് സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയ ദിവസം. അന്ന് ക്രിസ്മസിൻ്റെ ഈ ഷോപ്പുകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. സാധാരണ ഈ സൺഡേ അവിടെ ഓയാസിസിൽ ഓപ്പൺ അല്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ലൈറ്റ്സിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് ഇടുന്ന ചേട്ടൻ നന്നായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം കോഴിക്കോട് മൊത്തം വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മാത്രം ഒഴിവാക്കുന്നത് മോശമല്ലേ? നോക്കിയേ, LED സ്റ്റാർസ് നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഭംഗി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ശരിക്കും നല്ല ഭംഗിയുള്ളത് കൊണ്ടാട്ടോ. പിന്നെ ഞങ്ങൾ അകത്തേക്ക് എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം വെൽക്കം ചെയ്തത് ഈ സ്നോമാനാണ്. ഇതും നല്ല ഭംഗിയുണ്ട്. ചുമ്മാ അവിടെ എല്ലാം തപ്പിയപ്പോൾ നമുക്കൊരു പ്രത്യേക തരം സാധനം കിട്ടി കേട്ടോ. ഈ സാന്റയുടെ ഒരു ഹെഡ് മൊത്തം ലൈറ്റ് ഉള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കത്തിക്കേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് അത് ഓൺ ചെയ്ത് തന്നു. ഇത് 2 പീസായിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഇതിൻ്റെ ഈ സ്വിച്ച് ഉള്ളത്. സോ ബാക്കിൽ ഇതിൻ്റെ ബാറ്ററി കണ്ടപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇത് LED പ്രവർത്തിക്കുന്നൊരു സാധനമാണ്. നെക്സ്റ്റ് കളർഫുൾ ആയിട്ടുള്ള ബൾബാണ്. അതിൽ ക്രിസ്മസ് ട്രീയുടെ ഒരു ഡിസൈനും വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തോരണങ്ങൾ, നമ്മളെ പണ്ടത്തെ തോരണങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർസ് ഉണ്ട്. ഇത് തന്നെ ക്രിസ്മസ് ട്രീ ഇപ്പം പുതിയൊരു ഫാഷൻ ആയിട്ടുണ്ടല്ലോ, മറ്റേ ഗ്രീൻ കളർ മൊത്തം ഇങ്ങനെ ചുറ്റുന്നത്. പിന്നെ ഇത് കണ്ടോ, ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു LED ആണ്. ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖം വരുന്ന, സാന്റയുടെ മുഖം വരുന്നത് നല്ല ഭംഗിയുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്, ഇതും നല്ല ഭംഗിയുണ്ട്. ഈ സ്റ്റാർ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ചിമ്മി കളിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പുള്ള LED. ഈ ഒരു കട മൊത്തം ഈ ഡെക്കറേഷൻസ് ആണ് മൊത്തം. ഞാൻ തപ്പിയ രൂപങ്ങൾ കണ്ടു കേട്ടോ. പക്ഷേ നമ്മൾ അവിടെ നിന്നല്ല വാങ്ങിച്ചത്, നമ്മൾ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് മൊത്തം ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ മേരി ക്രിസ്മസ് എല്ലാവർക്കും, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക മേരി ക്രിസ്മസ്.
അത് കണ്ടപ്പോഴാട്ടോ ഓർമ്മ വന്നത് വിഷ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഇത് കൊണ്ട് മൊത്തം ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ബോൾസുണ്ട്, ബെൽസുണ്ട്, പിന്നെ ഏറ്റവും കുഞ്ഞി ക്രിസ്മസ് ട്രീ. പിന്നെ ദേ നമ്മുടെ പുൽക്കൂട്, നല്ല ഭംഗിയുള്ള പുൽക്കൂട് അല്ലേ, നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയത് കേട്ടോ. കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് എൻ്റെ അനിയത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് രൂപങ്ങൾ ഞാൻ തപ്പി നടക്കുന്നത്. ദേ ഈ ക്രിസ്മസ് ട്രീ കണ്ടോ, ഇത് യുണീക്കായിട്ട് തോന്നിയിട്ടോ. കാരണം അതിൻ്റെ അകത്ത് പൈനിൻ്റെ ആ ഒരു സീഡില്ലേ, അതൊക്കെ ഉണ്ട് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റെഡ് ചെറീസ്, നല്ല രസമുണ്ടായിരുന്നു ആ ക്രിസ്മസ് ട്രീ കാണാനായിട്ട്, ഒരു യുണീക്ക് ഫീല്. ബാക്കിൽ നമ്മുടെ സ്വന്തം നോർമൽ ക്രിസ്മസ് ട്രീസും ഉണ്ട് കേട്ടോ. ഗ്രീൻ കളർ, ഗ്രീനിൽ പല പല വേരിയേഷൻസ് വരുന്നത്. പിന്നെ സാൻഡ കണ്ടോ അവിടെ LED ലൈറ്റിൽ നല്ല വൈബായിട്ട് നിൽക്കുന്നത് കണ്ടോ, ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. വേറൊരു ടൈപ്പ് പുൽക്കൂടും കൂടെ കണ്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഇതും. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മുംബൈയിലെ ധാരാവി ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് ധാരാവി പോലെ തോന്നുന്നു. അതെന്താ അങ്ങനെ? എന്തായാലും ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പം വേറൊരു കട മുകളിൽ കണ്ടു. അതിൻ്റെ എന്തേലും ഒന്ന് താഴെ കാണുന്നു കരുതി പ്രതീക്ഷയോടെ നടന്ന് പോയപ്പോൾ അവിടെ ഏതാ ഒരു ഹെവൻ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേ നോക്കിയേ, LED സ്റ്റാർസിൻ്റെ വമ്പൻ ശേഖരം തന്നെ. ഓയ്യോ, ആ സ്റ്റാറിൻ്റെ ഒക്കെ വലുപ്പം നോക്കിയേ. അത് നോക്കി അന്തിച്ച് നിൽക്കുമ്പോൾ ദേ അകത്തുനിന്ന് വേറൊരു സ്നോമാൻ എന്നെ നോക്കി ചിരിക്കുന്നു. ഷോ, എന്താ ചെയ്യല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കടയിലേക്കൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ അവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 4 ആൾ കണ്ടോട്ടെ. ഈ കടയുടെ പേര് ചീരൻ ടോയ്സ് എന്നാണ്. പണ്ട് മുതലേ ഉള്ളൊരു കടയാണ്, നല്ല ഫേമസ് ആയിട്ടുള്ള കടയാണ്. സോ നമുക്കിവിടെയുള്ള കാഴ്ചകളൊന്ന് കണ്ടിട്ട് അകത്തേക്ക് പോവാം. എനിക്ക് രൂപങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യാനുള്ളൂ, അപ്പോൾ അധികം സമയമൊന്നും എടുക്കില്ല. അപ്പം ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഈ സ്നോമാൻ ഉണ്ട്, അവിടെ വേറൊരാളും കൂടെ ഉണ്ട്. നിങ്ങൾ വാ, ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേര് അതിലൂടെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്രഷനൊക്കെ മാറ്റി പതിയെ നല്ല ഡീസൻ്റായി നിന്നു. ഇനി അവിടെയുള്ള ഐറ്റംസൊക്കെ നോക്കാം കേട്ടോ. സ്നോമാൻ ഉണ്ട്, സ്നോ ഡീറുണ്ട്, അവിടെയൊക്കെ കണ്ടു. ചീരൻ ടോയ്സ് എന്ന് അവർ നല്ല ഭംഗിയിൽ കൊടുത്തിരിക്കുന്നത്, അത് തന്നെയാണ് ഈ കടയുടെ പേര് കേട്ടോ. പിന്നെ നമ്മുടെ പുൽക്കൂട്ടിലുള്ള രൂപങ്ങളുണ്ട് ഇവിടെ. എനിക്ക് ഇത്രയും വലുത് വേണ്ട, ചെറുത് മതി. ഇത് ക്രിസ്റ്റൽ ക്രിസ്മസ് ട്രീ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ അവർ ചീരൻ ടോയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളർ സ്നോയിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ക്രിസ്മസ് ട്രീ. അയ്യോ, ആ റെഡ് കളർ ബോൾസ് വന്നപ്പോൾ എന്ത് ഭംഗിയുണ്ടല്ലേ. പിന്നെ സ്റ്റാർസ്, LED സ്റ്റാർസ്, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് വന്നു പോകുന്ന സ്റ്റാർസ്. പിന്നെ പഴയ നമ്മുടെ പേപ്പറിൻ്റെ സ്റ്റാർസൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഒരു സംഭവം ഞാൻ അവിടെ കണ്ടു കേട്ടോ. അറ്റ് ലാസ്റ്റ് ഞാൻ തപ്പി നടന്ന എൻ്റെ പുൽക്കൂട്ടിലെ രൂപങ്ങളെ എനിക്ക് കിട്ടി. എൻ്റെ സൈസിന് രൂപങ്ങൾ എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പുറത്ത് നല്ല ഭംഗിയുള്ള ഒരു പുൽക്കൂട് ഉണ്ടായിരുന്നു കേട്ടോ, ഹൈടെക് പുൽക്കൂട്. നമ്മൾ പാവങ്ങളല്ലേ, അപ്പോൾ നമുക്ക് കുഞ്ഞു പുൽക്കൂടാണ്, അപ്പോൾ ചെറിയ രൂപങ്ങൾ മതി. അങ്ങനെ ആ ചേട്ടൻ എനിക്ക് ഒരു ബോക്സ് ഫുൾ ഓഫ് രൂപങ്ങൾ തന്നു. ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇതാണ് രൂപങ്ങൾ, അത് ബോക്സിലാക്കി തന്നു. അപ്പം ഞാൻ ഹാപ്പി ആയിട്ടോ, ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടിയപ്പം. പിന്നെ ഈ ഒരു ലൈറ്റ് കണ്ടോ, ഈ LED ലൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ എനിക്ക് പേടിയാവുക അതെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും എന്നുള്ളത്. അവിടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അത് ബ്രേക്ക് ആയിപ്പോവും, പിന്നെ ചുമ്മാ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഈ സ്റ്റാർക്ക് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ തപ്പി നടന്ന സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അവിടെ മൊത്തം വാങ്ങിച്ചേനെ. അങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ആ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. കണ്ടതിൽ സന്തോഷം. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതിൽ എനിക്ക് സന്തോഷം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. See you. Bye bye.